നമസ്കാരം. തുടക്കം മൂവിയുടെ റിവ്യൂ ആണിത്. ഒരു നെപ്പോക്കിഡിന്റെ എല്ലാവിധ പ്രിവിലേജോടും കൂടിയാണ് വിസ്മയ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ കാലെടുത്ത് വെച്ചത്. പക്ഷേ വിമർശകരുടെ വായ അടപ്പിച്ചുകൊണ്ട് ഏവരെയും വിസ്മയിപ്പിച്ചുകൊണ്ട് വിസ്മയ ഇനി തുടരുക തന്നെ ചെയ്യും. ഇവിടെ ഗ്രാമീണ അല്ലെങ്കിൽ ശാരീരിക സൗന്ദര്യമുള്ള എന്നാൽ വളരെ ബോൾഡായി ക്രൈസിസുകൾ ഫേസ് ചെയ്യുന്ന ക്യാരക്ടർ, അതിനോട് നീതി പുലർത്തിക്കൊണ്ടുള്ള അഭിനയം തന്നെയാണ് സിനിമയിലുടനീളം വിസ്മയ കാഴ്ചവെച്ചത്. സ്റ്റണ്ട് രംഗങ്ങളിലെ ഭാവപകർച്ച എടുത്തു പറയേണ്ടത് തന്നെയാണ്. ലൊക്കേഷനും അതിന്റെ മനോഹാരിതയും വളരെ ആകർഷകമാണ്. സായികുമാർ അർജുൻ കഥാപാത്രത്തെ അഭിനയിച്ച് ഫലിപ്പിച്ചു വെച്ചിരിക്കുന്ന രീതിയുണ്ട് വെരി സൂപ്പർ. അതുപോലെ തന്നെ ആന്റണിയുടെ മകന്റെ ഈ സിനിമയിലെ സംഭാവനയും എടുത്തു പറയേണ്ടതാണ്. ഒരുപക്ഷെ നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന ഒരു തരം സൈക്കോ വില്ലൻ. വളരെ ഫ്യൂച്ചറുള്ള വളരെ ടാലന്റുള്ള ഒരു ആക്ടറാണ് ആ പയ്യൻ. വിസ്മയുടെ കുട്ടിക്കാലം അഭിനയിക്കുന്ന ആ കൊച്ചുകുട്ടിയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കാസ്റ്റിംഗ് തന്നെയാണ്. മോഹൻലാൽ എന്ന സിനിമാ നടൻ ഇതിൽ അഭിനയിച്ചില്ലെങ്കിലും ഈ സിനിമയ്ക്ക് ഒരു പോരായ്മയും ഉണ്ടാകുമായിരുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് മിസ്റ്റർ മോഹൻലാലിന്റെ സാന്നിധ്യം സിനിമയുടെ അനിവാര്യ ഘടകമല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നതാണ് കേട്ടോ. ഇതിന്റെ മേക്കിംഗ് അല്ലെങ്കിൽ ഈ മൂവി കുക്ക് ചെയ്തെടുത്തു വെച്ചിരിക്കുന്ന രീതി നോക്കുമ്പോൾ നമുക്ക് ഇതിലൊരു ഡയറക്ടറിന്റെ ബ്രില്യൻസ് കാണാം. ഹീറോയിൻ ഓറിയന്റഡ് ആയിട്ടുള്ള മൂവി എന്ന് പറയുന്നതിനേക്കാൾ ശരി ഇതൊരു വുമൺ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു മൂവി എന്ന് പറയുന്നതാകും. പാട്ടും അതിന്റെ മ്യൂസിക്കും ലിറിക്സും ഒക്കെ തന്നെ സിനിമയ്ക്ക് ആപ്റ്റായത് കൊണ്ട് തന്നെ പാട്ട് ഒരിക്കലും അരോചകമായോ സമയം കൊല്ലിയായോ തോന്നിയിട്ടേയില്ല. എല്ലാ പെൺകുട്ടികളും സ്ത്രീകളും മസ്റ്റായി കാണുക തന്നെ വേണം ഈ മൂവി. മൊത്തത്തിൽ പറഞ്ഞ ടിക്കറ്റിന് നാം കൊടുക്കുന്ന കാശിന് ഒർത്തായ നല്ലൊരു സിനിമ. സിനിമ കണ്ട മലയാളികൾ ആരും എന്റെ പെർഫോമൻസിന് അഭിനന്ദിച്ചില്ല. നീയും അങ്ങനെ തന്നെ. എന്റെ മെസ്സി, നീ കലക്കി തിമിർത്തും. ഈ സിനിമയിലെ നിന്റെ കോൺട്രിബ്യൂഷൻ, നിന്റെ എഫേർട്ട് ഒക്കെ പ്രശംസനീയം തന്നെയാണ്. ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് ടു ദ എൻറ്റയർ ടീം. തുടക്കം. ഇനിയും നല്ല നല്ല സിനിമകളും വലിയ വലിയ വിസ്മയങ്ങളും ഇവിടെ ഉണ്ടാകട്ടെ.